മാർക്കറ്റ് മുകളിലേക്ക് കയറി പോകുന്ന സമയത്ത് പോർട്ട്ഫോളിയോ അതിനനുസരിച്ച് മുകളിലേക്ക് കയറി പോയിട്ടില്ല. കാരണം കോൺഷ്യസ്ലി പുള്ളി എടുത്തൊരു ഡിസിഷനാണ്. പെട്ടെന്നൊരു ഔട്ട് ബേസ്റ്റ് മാർക്കറ്റിൽ വന്ന് ഭയങ്കരമായിട്ട് ലിക്വിഡിറ്റി ചെയ്ത് മാർക്കറ്റിൽ മുകളിലേക്ക് കയറി പോയപ്പോൾ പോലും അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ പോർട്ട്ഫോളിയോ അൺബിലീവബിൾ ആയിട്ട്. എല്ലാവർക്കും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. മാർക്കറ്റ് നെഗറ്റീവ് ആയിട്ടൊരു സെന്റിമെന്റ്സിൽ കുറെ നാളായിട്ട് സെപ്റ്റംബർ തുടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു മാർക്കറ്റ് റിക്കവറിനെ കുറിച്ചൊന്നും ആരും മോസ്റ്റ്ലി ചിന്തിക്കുന്ന ഒരു അവസരമായിരിക്കില്ല. കാരണം അത്രയും മോശമായിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും മോസ്റ്റ്ലി എല്ലാവരുടെയും പോർട്ട്ഫോളിയോയിൽ കണ്ടുവരുന്നത്. പക്ഷെ അവിടുന്ന് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ മാർക്കറ്റിൽ തിരിച്ചൊരു അപ്വേർഡ് ട്രെൻഡ് വരുന്ന ഒരു സമയം വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമ്മൾ ഈ ഒരു ഫോളിൽ മനസ്സിലാക്കി ചെയ്ത് വെക്കേണ്ടത്, സോ ദാറ്റ് വിൽ ബി ഏബിൾ ടു മേക്ക് മോർ റിട്ടേൺസ് വെൻ ദ മാർക്കറ്റ് ഗോസ് അപ്പ്. അറ്റ് ദ സെയിം ടൈം വിൽ ബി ഏബിൾ ടു മേക്ക് അപ്പ് ടു ദ ലോസസ് ദാറ്റ് വി ഹാവ് മെയ്ഡ് വെൻ ദ മാർക്കറ്റ് ഹസ് കം ഡൗൺ. ഇത് പലരും ചിന്തിക്കാത്ത ഒരു പോയിന്റ് ആണ്. ആ പോയിന്റ് ഇത് മാറിയുന്നത് നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചിന്തിച്ചിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ മാക്സിമം ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള റിട്ടേൺസ് ഒരു അപ്വേർഡ് ട്രെൻഡ് മാർക്കറ്റിൽ എങ്ങനെ വർദ്ധിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതിന്റെ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എൻ്റെ പേര് തോമസ് ആണ്. ഞാൻ ഇങ്ങനത്തെ ഫൈനാൻഷ്യൽ കോണ്ടന്റ് ആണ് കൂടുതൽ ചെയ്യുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്സ്, പോഡ്കാസ്റ്റ്, ഓൺടർപ്രണർഷിപ്പ്, സ്റ്റോക്സ്, ഇങ്ങനത്തെ പല കോണ്ടന്റും ഞാൻ യൂട്യൂബിൽ റെഗുലർലി അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം നമ്മുടെ NISM സർട്ടിഫൈഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 1-on-1 അപ്പോയിന്റ്മെന്റ് വേണമെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. അതിന്റെ കൂട്ടത്തിൽ നിങ്ങളൊരു ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റർ ആണ്, ഇതൊരു ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരാളാണ്, നിങ്ങൾക്ക് ഒരു ഹാൻഡ് ഹോൾഡിംഗ് വേണമെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതേ ഫോംസ് യൂസ് ചെയ്ത് ഒരു 1-on-1 മീറ്റിംഗ് ഫിക്സ് ചെയ്യാം. NISM രജിസ്റ്റേർഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ് നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റർ ആയിരിക്കണം. ആ ഒരു എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്ററിന്റെ പോർട്ട്ഫോളിയോ അനലൈസ് ചെയ്ത് അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് കണ്ടുപിടിച്ച് പല രീതിയിലും അതിന് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് റിസർച്ച് അനലിസ്റ്റ് നിങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അതിനുവേണ്ടി ആ ഫോം ഫില്ല് ചെയ്യണം. അതിന്റെ തൊട്ട് താഴെ എന്റെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പോലെ ക്യാപിറ്റൽ മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പല ഇൻഫർമേഷൻസ് നമ്മൾ ഷെയർ ചെയ്യുകയാണ്, വിച്ച് വിൽ ബി ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ഫോർ ഓൾ ഓഫ് യു ഇൻ ദിസ് വെൽത്ത് ബിൽഡിംഗ് പ്രോസസ്. അപ്പോൾ അതൊരു വാട്സ്ആപ്പ് ചാനലാണ്. അത് ഒരു വ്യൂ എടുത്തിട്ട് അതിന്റെ എങ്ങനെയുണ്ട് ആ കോണ്ടന്റ് ഒന്നും നോക്കിയിട്ട് അതും ഫോളോ ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കാണാൻ സമയമില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു PDF ഡോക്യുമെന്റിലായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോർട്ട്ഫോളിയോ മലയാളം എന്ന് മാത്രം നിങ്ങൾ ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുക. സോ ദാറ്റ് വിൽ സെൻഡ് ഇറ്റ് അക്രോസ് ടു യു. സ്ട്രേറ്റ് അവേ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് 2 ടൈപ്സ് ഓഫ് പോർട്ട്ഫോളിയോസ് ആണ്. ഈ പോർട്ട്ഫോളിയോസിന് ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ റീബാലൻസിങ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വേണമെന്ന് പറയുന്നത്. മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ഈ പോർട്ട്ഫോളിയോ കാണിച്ചിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ റെസൊനേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് വാട്ട് നീഡ്സ് ടു ബി ഡൺ. അപ്പം നമുക്ക് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പോർട്ട്ഫോളിയോസിനാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അതിനകത്ത് ഏറ്റവും ആദ്യത്തെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് ഈ ഒരു പോർട്ട്ഫോളിയോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ അതിനകത്ത് ഈ ഒരു പെർട്ടിക്കുലർ സെഗ്മെന്റ് എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോസ് എത്ര ടൈം, ഇപ്പം നമ്മൾ ഒരു ക്വാർട്ടർ മൊത്തം എടുത്തു കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോസ് എത്ര ടൈം നിഫ്റ്റി ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ള ഫിഗർ ആണത്. അപ്പോൾ ഈ യെല്ലോ ബോക്സസ് നിങ്ങൾ കണ്ടിരിക്കുന്നത് വിച്ച് മീൻസ് ദാറ്റ് പോർട്ട്ഫോളിയോ ഹാസ് ഔട്ട് പെർഫോം നിഫ്റ്റി. പക്ഷേ ഈ ബ്ലാക്ക് ബോക്സ് നിങ്ങൾ കാണുന്നത് വൈൽ ചാൻസസ് സിറ്റുവേഷൻസ് ഫോർ നിഫ്റ്റി ഹാസ് ഔട്ട് പെർഫോംഡ് ദ ഫാമിലി പോർട്ട്ഫോളിയോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് വൈറ്റ് അല്ലെങ്കിൽ ഗ്രേ എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നത് ഷെയ്ഡായിട്ട് ഓൾമോസ്റ്റ് രണ്ടുപേരും ഒരേ രീതിയിൽ പെർഫോം ചെയ്ത ഘട്ടങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എടുക്കുകയാണെങ്കിൽ കൂടുതലും യെല്ലോ ബോക്സ് ആണ് വരുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ താഴെയുള്ള ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, സോ ദാറ്റ് ഇറ്റ് റീച്ചസ് മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ. ഇതാണ് ഇതിന്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു എൻറ്റയർ ഫാമിലിയുടെ പോർട്ട്ഫോളിയോ നിഫ്റ്റിന്ന് എത്ര ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് നമ്മൾ മെഷർ ചെയ്യും. ഈ ബ്ലാക്ക് നിങ്ങൾ കാണുന്നത് നിഫ്റ്റിയാണ്, ഈ യെല്ലോ നിങ്ങൾ കാണുന്നത് പോർട്ട്ഫോളിയോ ആണ്. ആ ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്ററിന്റെ ഫാമിലി പോർട്ട്ഫോളിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതൊരു ഡിഫെൻസീവ് പോർട്ട്ഫോളിയോ ആണ്. അദ്ദേഹം അത്ര റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല, അതുകൊണ്ട് ഒരു ഡിഫെൻസീവ് പോർട്ട്ഫോളിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ ചില സമയത്ത് മാർക്കറ്റ് മുകളിലേക്ക് കയറി പോകുന്ന സമയത്ത് പോർട്ട്ഫോളിയോ അതിനനുസരിച്ച് മുകളിലേക്ക് കയറി പോയിട്ടില്ല. കാരണം കോൺഷ്യസ്ലി പുള്ളി എടുത്തൊരു ഡിസിഷനാണ്. കാരണം മാർക്കറ്റിന്റെ പാർട്ടിസിപ്പേഷനേക്കാൾ കൂടുതൽ ഇദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്ത് റിസ്ക് എവേർഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ മാർക്കറ്റ് അപ്സൈഡ് വരുമ്പോഴത്തേക്കും ചില സമയത്ത് മാർക്കറ്റ് വളരെ മുകളിലേക്ക് കയറിപ്പോയി പോർട്ട്ഫോളിയോ അത്രയും കയറാത്തതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അത് കോൺഷ്യസ്ലി അദ്ദേഹം എടുത്ത ഡിസിഷനാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ട ആൾ. വേറൊരു ഇൻവെസ്റ്ററിന്റെ പോർട്ട്ഫോളിയോ കണ്ട് അതുപോലെ കോപ്പി അടിക്കാനുള്ളതല്ല നമ്മുടെ ഫിനാൻസ് മാറ്റേഴ്സ് എന്ന് പറയുന്നത്. ഞാനിതൊരു എക്സാമ്പിളിന് വേണ്ടി കാണിച്ചു പോകുന്നു എന്നുള്ളതുള്ളൂ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഡൗൺ സൈഡ് വന്നപ്പോൾ എന്ത് പറ്റി, ഈ ഗ്യാപ്പ് കണ്ടോ ഭയങ്കര കൂടുതലാണ്. അതായത് മാർക്കറ്റ് ഫോളോ ചെയ്തതിൻ്റെ അത്ര ഈ പോർട്ട്ഫോളിയോ ഫോളോ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഡേറ്റ ഈ ഒരു ഡിഫറൻസ് കാണിക്കുന്നത് മാർക്കറ്റിന്റെ ഈ ഒരു ഡിഫറൻസ് ഈ ഒരു മാർക്കറ്റിന്റെ ഫോളോ ചെയ്തനുസരിച്ച് ഫോളോ ചെയ്യാത്ത കാണിക്കുന്ന ഒരു റെസിസ്റ്റൻസ് ആണ്. ഫോളിയോ അത്രയും ഡിഫെൻസീവ് ആയിട്ട് ബിൽഡ് ചെയ്തുകൊണ്ട് ഒരു റെസിസ്റ്റൻസ് ആണ്. പക്ഷേ ഇതിന്റെ ഫ്ലിപ്പ് സൈഡ് എന്ന് പറയുന്നത് മാർക്കറ്റ് കയറി പോയപ്പോൾ അത്രയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഇനി അതല്ലാണ്ട് വേറൊരു പോർട്ട്ഫോളിയോ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിന്റെ ഈ പാർട്ടിസിപ്പേഷൻ
സിറ്റുവേഷനിൽ മാർക്കറ്റ് കയറി പോയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പോർട്ട്ഫോളിയോ അതിന് ബീറ്റ് ചെയ്യാനും സാധിച്ചു. മാർക്കറ്റ് കയറിയതിന്റെ അത്രയും തന്നെ ഒരു ടിപ്പിക്കൽ പെട്ടെന്നൊരു ഔട്ട് ബേസ്റ്റ് മാർക്കറ്റിൽ വന്ന് ഭയങ്കരമായിട്ട് ലിക്വിഡിറ്റി ചെയ്ത് മാർക്കറ്റിൽ മുകളിലേക്ക് കയറി പോയപ്പോൾ പോലും അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ പോർട്ട്ഫോളിയോ അൺബിലീവബിൾ ആയിട്ടുള്ള റിട്ടേൺസ് കാഴ്ചവെക്കുകയും ചെയ്തു. എന്നാൽ അറ്റ് ദ സെയിം ടൈം മാർക്കറ്റ് ക്രാഷ് ചെയ്ത് തുടങ്ങിയപ്പോൾ ആ ഡിഫറൻസ് നമ്മുടെ മുമ്പത്തെ പോർട്ട്ഫോളിയോയിൽ കാണുമ്പോൾ ഡിഫറൻസ് ഉണ്ട്. ഈ ഗ്യാപ്പ് ഇവിടെ കണ്ടോ, ഇത്രയും ഗ്യാപ്പ് ഇവിടെ ഇല്ല. ഇവിടെ അതിനനുസരിച്ച് കുറച്ച് ഗ്യാപ്പേ ഉള്ളൂ. കാരണം നമ്മൾ രണ്ടാമത് കാണിച്ച പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഭയങ്കര അഗ്രസീവ് ആയിട്ടൊരു പോർട്ട്ഫോളിയോ ആണ്. അത് മാർക്കറ്റായിട്ട് കൂടുതൽ റെസനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മാർക്കറ്റിനേക്കാളും ഔട്ട് പെർഫോം ചെയ്യാനാണ് ആ ഒരു രണ്ടാമത്തെ പോർട്ട്ഫോളിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. പക്ഷേ ആദ്യത്തെ പോർട്ട്ഫോളിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡിഫെൻസീവ് ആയിട്ട് ഒരു സ്ട്രാറ്റജിയാണ്. ഈ രണ്ട് പോർട്ട്ഫോളിയോ നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഒരെണ്ണം അഗ്രസീവ്, ദാറ്റ് ഇസ് ബോർഡിൽ കാണുന്ന അഗ്രസീവും ഇത് ഡിഫെൻസീവ് ആവും അല്ലെങ്കിൽ ബാലൻസ്ഡ് ആണ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ആണ്. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇതിനേക്കാളും അഗ്രസീവ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ് ഉണ്ട്, ഇതിനേക്കാളും ഡിഫെൻസീവ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ് ഉണ്ട്. പക്ഷേ ഒരു സ്റ്റഡിക്ക് വേണ്ടി ഈ രണ്ട് പോർട്ട്ഫോളിയോ കമ്പയർ ചെയ്യണു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ മാർക്കറ്റിലേക്ക് തിരിച്ച് മുകളിലേക്ക് പോകുന്നൊരവസ്ഥ വരുമ്പോഴത്തേക്കും നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് അകത്തുള്ള കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം വരുമ്പോഴത്തേക്കും ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് എന്നൊരു കാറ്റഗറിയാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ബാങ്ക്സോ നമ്മുടെ അഡ്വൈസേഴ്സോ പലവരും ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് എന്നൊരു കാറ്റഗറിയിലേക്ക് ചിലപ്പോൾ നമുക്കൊരു ബാലൻസ്ഡ് ഔട്ട് ആവാൻ വേണ്ടി എക്സ്പോസ് ചെയ്ത് കാണും. അത് നമുക്ക് ഈ മാർക്കറ്റ് ഫോളിലേക്ക് ഭയങ്കരമായിട്ട് റെസിസ്റ്റൻസ് തരാനുള്ള ചാൻസും ഉണ്ട്. എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഫോളോ ചെയ്തതിനനുസരിച്ച് നമ്മുടെ പോർട്ട്ഫോളിയോ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ കാരണം കുഡ് ബി വൺ ഓഫ് ദ ബിഗസ്റ്റ് റീസൺസ് കുഡ് ബി ദ ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ട് കാറ്റഗറി ഫണ്ട്സ്. അത് ഒരു നെഗറ്റീവ് മാർക്കറ്റ് സെനേറിയോയിൽ നമ്മളെ വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുമെങ്കിലും മാർക്കറ്റ് ഭയങ്കരമായിട്ട് മുകളിലേക്ക് കയറി പോകുന്ന റിവേഴ്സ് ട്രെൻഡ് വരുമ്പോഴത്തേക്കും ദാറ്റ് കുഡ് ആക്ട് ആസ് എ ലെഗാർഡ്. അത് മാർക്കറ്റിന്റെ പെർഫോമൻസ് അത്ര കാഴ്ചവെക്കാതെ പോർട്ട്ഫോളിയോനെ തിരിച്ച് ഡ്രാഗ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഡെറ്റ് ഫണ്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റീഅലൈൻ ചെയ്തിട്ട് കുറച്ചുകൂടെ അഗ്രസീവ് ആയിട്ടുള്ള ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ടിലേക്കോ അല്ലെങ്കിൽ പ്യൂർലി ഒരു ഇക്വിറ്റി ഫണ്ടിലേക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റേജും നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റും അലൗ ചെയ്യുന്നെങ്കിൽ മാത്രം അതിലേക്ക് റീഅലൈൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. അത് പറഞ്ഞു തീർക്കണേക്കാൾ മുമ്പ് ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ട് എന്താണെന്ന് കുറച്ച് പേർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ടിൽ കൂടുതലും ഒരു ബാലൻസ് കാറ്റഗറി ഫണ്ടിൽ ഡെറ്റ് വരും, ഇക്വിറ്റി വരും, ഗോൾഡ് വരും, ഒരു ആർബിട്രേജ് ഒരു കാറ്റഗറി ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സും വരും. അപ്പോൾ അത് ശരിക്കും ഒരു ഫോളോയിങ് മാർക്കറ്റിൽ നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഗ്രോയിങ് മാർക്കറ്റിൽ അതിൽ നിന്ന് മാറി കുറച്ചുകൂടെ അഗ്രസീവ് ആയിട്ടുള്ള ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ടിലേക്ക് പ്ലേസ് ചെയ്യലും, വിച്ച് മീൻസ് ഇക്വിറ്റി എക്സ്പോഷറിന് ലിമിറ്റ് ഇല്ലാത്ത, ഫോർ എക്സാമ്പിൾ എൻ്റെ മനസ്സിലാക്കില്ല ICICI ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ട് എന്ന് പറഞ്ഞ ഫണ്ടിന് ഇക്വിറ്റി എക്സ്പോഷറിന് ലിമിറ്റ് ഇല്ല. എത്ര വേണമെങ്കിലും ഹയസ്റ്റ് ലിമിറ്റിലേക്ക് പോകാം. പക്ഷേ DSPയുടെ ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ടിന് ഇക്വിറ്റി എക്സ്പോഷറിൽ ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ലിമിറ്റുള്ള ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ട് മാറ്റി ലിമിറ്റ് ഇല്ലാത്ത കുറച്ചുകൂടി റിസ്ക് ടേക്കിംഗ് ആയിട്ട് ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ടിലേക്ക് പ്ലേസ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം ഇനി നിങ്ങളുടെ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റേജ് അലൗ ചെയ്യുകയാണെങ്കിൽ അത് ഇക്വിറ്റി ഫണ്ട്സിലേക്ക് കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടുള്ള ഇക്വിറ്റി ഫണ്ട്സിലേക്ക് പ്ലേസ് ചെയ്യുക. സോ ദാറ്റ് ഇറ്റ് ക്യാൻ കം അപ്പ് ടു ദ മാർക്കറ്റ്. നമ്മൾ മുമ്പ് കാണിച്ച ഫിഗറിൽ കാണിച്ച പോലെ തന്നെ മാർക്കറ്റ് കയറിയതിനേക്കാളും മുകളിൽ നമ്മുടെ പോർട്ട്ഫോളിയോ നിൽക്കണമെങ്കിൽ ഇതേപോലത്തെ ചേഞ്ചസ് നമുക്ക് ചെയ്യണം. ഇപ്പോൾ നമുക്ക് സ്ക്രീനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമ്മുടെ മറ്റേ പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ ഈ നമ്മുടെ ആ ഒരു ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അഗ്രസീവ് പോർട്ട്ഫോളിയോ ആണ്. അഗ്രസീവ് പോർട്ട്ഫോളിയോയ്ക്കകത്ത് 1, 2, 3, 4, 5, 6, 7, 8 മന്ത്സ് കംഫർട്ടബിളി 2 ക്വാർട്ടേഴ്സ് മാർക്കറ്റിനെ ഈസിലി ഔട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ പഴയ പോർട്ട്ഫോളിയോ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിന്റെ ഔട്ട് പെർഫോമൻസ് ഉണ്ടാവില്ല. 1, 2, 3, 4, 5, 6 ടൈംസ് ആണ് മാർക്കറ്റിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുള്ളൂ. അതിന്റെ കാരണം കോൺഷ്യസ്ലി ആ ക്ലയന്റ് എടുത്ത ഡിസിഷൻ ആണ് ദാറ്റ് ബാലൻസ്ഡ് കാറ്റഗറിയിൽ പോയാൽ മതി, റിഗാർഡ്ലെസ് ഓഫ് വാട്ട് ഹാപ്പൻസ് ഇൻ ദ മാർക്കറ്റ്. നമുക്ക് ഇത്രയൊക്കെ റിട്ടേൺസ് മതി, കൂടുതൽ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. അവരുടെ പ്രയോറിറ്റി വേറെയാണ്, അഗ്രസീവ് ആയിട്ടുള്ള ആളുടെ പ്രയോറിറ്റി വേറെയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ആ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾ റെഗുലർലി ചേഞ്ചസ് കൊണ്ടുവരിക. ആ ചേഞ്ചസിനനുസരിച്ചായിരിക്കും നമ്മുടെ റിട്ടേൺസ് റിഫ്ലക്ട് ചെയ്യുന്നത്. പണ്ടത്തെ പോലെ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറേ നാൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ പഴയ രീതിയിൽ നിന്ന് മാറി വരികയാണ്. കാരണം അങ്ങനെയായിരുന്നെങ്കിൽ ആദിത്യ ബിർള സൺ ലൈഫ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, ആക്സിസ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, പിന്നെ കുറേ ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് ക്വാണ്ടിൻ്റെ പെർഫോമൻസും റീസണബിളി കുറച്ച് താഴെ വന്നിട്ടുണ്ടെന്ന് വേണം പറയാം. പക്ഷേ ക്വാണ്ട് അവിടെ മാറ്റി വെച്ചേക്ക് ആദിത്യ ബിർള മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളാണ് നിങ്ങളെങ്കിൽ അവിടെ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു മാർക്കറ്റിൻ്റെ ഗ്രോത്ത് മിസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് വളരെ എജൈലായിട്ടും വളരെ ഡൈനാമിക് ആയിട്ടും നമ്മളിന്ന് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യണത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഡിസിഷൻസ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വൺസ് അഗൈൻ തോമസ് വർഗീസ് സൈനിങ് ഓഫ്.